പ്രിയപ്പെട്ടവരെ, 2026 പുതുവർഷ പുലരിയിൽ നിങ്ങൾക്ക് ഏവർക്കും പ്രതീക്ഷയുടെയും സമ്പൽ സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെതുമായ ഒരു വർഷം ആശംസിക്കുകയാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുടെ ഒരു വർഷമായി തീരട്ടെ. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് അത് തന്നെയാണല്ലോ. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാനായ കവി തൻ്റെ ഒരു യാത്രയിൽ ഒരു വനത്തിന്റെ ഉള്ളിൽ പെട്ടുപോയി. വനത്തിന്റെ ഭംഗികൾ ആസ്വദിച്ച് അദ്ദേഹം മതിമറന്നു നിൽക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു സ്പാർക്ക്. കാരണം താൻ വന്നു പെട്ടിരിക്കുന്ന ഈ വനത്തിന്റെ ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, തനിക്കിനിയും അനേകം ദൂരം താണ്ടേണ്ടതുണ്ട്. തൻ്റെ ലക്ഷ്യം വനമല്ല, വനത്തിന്റെ ഭംഗിയുമല്ല, ഇനിയും അനേകം കാലം മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. മനുഷ്യജീവിതത്തിൽ വന്നു പോകുന്ന ഒരു അപഭ്രംശം ഇതാണ്. താൻ ആയിരിക്കുന്ന ലോകത്തിന്റെ കാഴ്ചകൾ കണ്ട് മതിമറന്നിരിക്കുമ്പോൾ മനുഷ്യൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്, ഈ വർഷം എനിക്ക് എന്തിനു വേണ്ടി നൽകിയിരിക്കുന്നു, നമ്മുടെ ടാർഗറ്റ് അതായിരിക്കണം. ദൈവം നമുക്ക് ഈ വർഷം നൽകിയിരിക്കുന്നത് ഈ വർഷം കൂടുതൽ സമൃദ്ധമാകുവാൻ, നിങ്ങളിലൂടെ നമ്മളിലൂടെ ഒക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി. 2026 അനുഗ്രഹ വർഷമാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വർഷം കൂടുതൽ മനോഹരമാക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അതിനാൽ നമ്മൾ കമ്പാരിസൺ നടത്തേണ്ടത് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇനി ദൈവം എനിക്ക് തരുന്ന ഈ വർഷത്തിൽ ഞാൻ ആകേണ്ട ഒരു ജീവിത ശൈലിയുണ്ട്, ഞാൻ ആകേണ്ട ജീവിത പരിവർത്തനങ്ങളുണ്ട്. അത് മാറ്റം വരുത്തിക്കൊണ്ട് ഈ പുതുവർഷത്തിൽ നമുക്ക് പുതിയ തീരുമാനങ്ങൾ, ആ പുതിയ തീരുമാനങ്ങൾ എന്നുള്ളത് ഈ വർഷത്തെ എങ്ങനെ മനോഹരമാക്കാം, എന്റെ ചുറ്റുപാടും വരുന്ന ഓരോരുത്തരോടും എങ്ങനെ എനിക്ക് നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കും, അങ്ങനെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിന്റെ, സ്നേഹമനസ്സമായ ഒരു അന്തരീക്ഷത്തിന്റെ ചാരുതയാർന്ന ഒരു അനുഭവം ഈ വർഷം നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഈ പുതുവർഷത്തിന്റെ എല്ലാ നന്മകളും നേരുന്നു.